நான் ரெடி தான் வரவா அண்ணன் நான் ഇറങ്ങി വരവാ. സംഗതി എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ടൈം ടു ലീഡ്. നമ്മുടെ ആക്ടർ വിജയ് പൊളിറ്റിക്സ് ഇത് കുറേ കാലമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല, കാരണം കരിയറിൻ്റെ പീക്ക് ടൈമിൽ നിൽക്കുമ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുക്കൂടെ എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇങ്ങനെ പ്രിപ്പറേഷൻ കുറേ മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ അവിടുന്ന് കേട്ടതൊക്കെ ശരിയായിരുന്നു. വിജയ് മക്കൾ ഇയക്കം, ഓക്കെ, 2009 തുടങ്ങിയ വിജയ് മക്കൾ ഇയക്കം 2024 ഓക്കെ തീർന്നിട്ട് ഇനി വരാൻ പോകുന്നത് തമിഴ് വെട്രി കഴകം. നിങ്ങൾ നോട്ട് ചെയ്യണം, തമിഴക വെട്രി കഴകം എന്നാണ് പേരിട്ടുള്ളത്. അപ്പോൾ ഈ ചെന്നൈ എന്നുള്ളതൊക്കെ മൂപ്പര് അങ്ങനെയല്ല, ലൈക്ക് തമിഴക വെട്രി കഴകം. അപ്പോൾ അതിൻ്റെ ഒരു ഡെപ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. സോ ഇറ്റ്സ് എ വെൽ പ്രിപ്പയർഡ് മൂവ് ഫ്രം ജോസഫ് വിജയ്. ഓക്കെ, ഞാൻ ഈ ജോസഫ് വിജയ് എന്ന് എടുത്ത് പറയാൻ ഒരു റീസണും കാര്യങ്ങളും കാരണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വിജയുടെ പൊളിറ്റിക്കൽ എൻട്രി എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ പേര് വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ആലോചിക്കും ഇതിപ്പോൾ എന്താവും. അതായത് ഇത്രയും ആളുകൾ ഇപ്പോൾ വിജയെ സ്നേഹിക്കുന്നു, ഒരുപാട് പേര്. ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, നമ്മൾ മലയാളികൾ തന്നെ ലാലേട്ടൻ്റെയും മമ്മൂക്കാൻ്റെയൊക്കെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ സിനിമകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കാണാൻ ഇടിച്ച് തിയേറ്ററിൽ കയറുന്ന അന്യഭാഷാ നടൻ. നമുക്ക് അന്യഭാഷാ നടനല്ല വിജയ് എന്ന് പറയുന്നത്. വിജയ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് നമുക്ക് വിജയിനൊക്കെ തോന്നുന്നത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ വിജയുടെ പൊളിറ്റിക്കൽ എൻട്രി, ഓക്കെ, തമിഴ്നാട്ടിൽ ഇതിന് വൻ വരവേപ്പാണ് കേട്ടോ. അതായത് അവർ ഭയങ്കരമായിട്ട് ഫാൻസ് മൊത്തം ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടുന്നൊക്കെ ട്രോളും കാര്യങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക എന്തിനിത് എന്നുള്ള ചോദ്യങ്ങളും ഒരു സൈഡിൽ വരുന്നുണ്ട്. ബട്ട് ആരും അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. വിജയ് ഇഷ്ടപ്പെടുന്നവരും പിന്നെ തമിഴ് പൊളിറ്റിക്സിൻ്റെ ഒരു ഡെപ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹീ ഈസ് നോട്ട് ദ ഫസ്റ്റ് വൺ. ഓക്കെ, MGR ആണെങ്കിലും ജയലളിതയാണെങ്കിലും വിജയകാന്ത് ആണെങ്കിലും കമലഹാസനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വിജയ് ആണെങ്കിലും തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സിനിമ എന്ന് പറയുന്നത്. തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ പറഞ്ഞ ഫാൻ പവർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇപ്പോഴാണെങ്കിലും നിങ്ങൾ ഭരിക്കുന്ന ആളുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും സിനിമയായിട്ടൊക്കെ അവിടുത്തെ ഒരു പൊളിറ്റിക്സും സിനിമയും അങ്ങനെയാണ്. നമ്മളെ നാട്ടിൽ അങ്ങനെ അല്ലെങ്കിൽ പോലും തമിഴ്നാട്ടിൽ അങ്ങനെയാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടുള്ള തമിഴ്നാട്ടിലേക്ക് വിജയ് ഒരു പുതിയ പാർട്ടിയുമായിട്ട് എൻട്രി ചെയ്യാണ്. ഇതിന് മുമ്പ് പണ്ട് കുറച്ച് കാലം മുമ്പ് വിജയ് നടത്തിയൊരു സ്പീച്ച് ഉണ്ടായിരുന്നു. അതിനകത്ത് കുട്ടികളെ നോക്കിയിട്ട് മൂപ്പര് സംസാരിക്കുമ്പോൾ വോട്ടിനെക്കുറിച്ചും ഇന്ത്യയുടെ പൊളിറ്റിക്സിനെ കുറിച്ചിട്ടൊക്കെ ഒരു സംസാരം പറയുന്നുണ്ടായിരുന്നു. ഞാൻ അന്നതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എഗെയിൻ ഞാനത് റിപ്പീറ്റാക്കി വെക്കുകയാണ്. കാരണം ഇപ്പോൾ വിജയുടെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ എല്ലാവരും ട്രോളാൻ നിൽക്കും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരും. അങ്ങനെയല്ല, ഒരാൾക്ക് ലീഡറാവാൻ തോന്നി, അല്ലെങ്കിൽ അയാൾക്ക് തോന്നുകയാണ് ഇത്രകാലം എൻ്റെ നാട്ടുകാർ പുള്ളിനെ സ്നേഹിച്ചു, ഇനി ആ സ്നേഹം ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കണം. അതെങ്ങനെ കൊടുക്കണം? അവരെ സ്നേഹിച്ച് തിരിച്ചു കൊടുക്കണം. സ്നേഹം എങ്ങനെ കൊടുക്കും? എങ്ങനെ ആളുകളിലേക്ക് സ്നേഹം എത്തിക്കുക? അവരുടെ സുഖം, സന്തോഷം, അവർക്ക് കിട്ടാനുള്ള, അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങളൊക്കെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അവിടെ ഒരു ലീഡർ വരും. സോ വിജയ് എന്ന് പറഞ്ഞ ആക്ടർ ഇനിയൊരു പൊളിറ്റീഷ്യൻ ആവുമ്പോൾ ഇപ്പം കിട്ടുന്ന പൂച്ചെണ്ടുകൾ മാറി കല്ലേറാവുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി വഴിയെ കണ്ടറിയാം. അതാണെങ്കിൽ ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാണ്. വാക്കാളர்கள், அடுத்தடுத்து புதிய நல்ல தலைவர்களை நீங்கள் தான் தேர்ந்தெடுக்க போகிறீங்க. ஆனால் பாருங்கள், நம்ம விரலை வச்சு நம்ம கண்ணையை குத்துறதுன்னு கேள்விப்பட்டிருக்கிறீங்களா? அதுதான் இப்போ நடந்துகிட்ருக்கு. அதுதான் இப்போ நாமளும் செஞ்சிட்ருக்குறோம். இது இந்த காசு வாங்கிட்டு ஓட்டு போடுறது. சும்மா ஃபார் எக்ஸாம்பிளுக்கு சொல்கிறேன், ஒரு ஓட்டுக்கு 1000 ரூபான்னு வச்சுப்போமே. இப்போ ஒரு தொகுதியில் கிட்டத்தட்ட ஒரு 1.5 லட்சம் பேருக்கு கொடுக்குறாங்கன்னா என்ன, ஒரு 15 கோடி ஆச்சா? ஒருத்தர் ஒரு 15 கோடி செலவு பண்ணுறாருன்னா அவர் அதுக்கு முன்னாடி எவ்வளோ சம்பாதிச்சிருக்கணும்? சும்மா யோசிச்சு பாருங்களேன், ஜஸ்ட் காமன் சென்ஸ்.
இதெல்லாம் வந்து உங்கள் எஜுகேஷன் சிஸ்டமில் இதெல்லாம் ஸ்டூடெண்ட்ஸுக்கு கற்றுக் கொடுக்கணுன்னு நான் ஆசைப்பட்றேங்க. ஒன்றும் இல்லை, தமிழ்நாடு முழுக்க இருக்கிற ஒவ்வொரு மாணவிகளும் அவங்கவுங்க பேரண்ட்ஸ் கிட்ட போய் அப்பா அம்மா இனிமேல் காசு வாங்கிட்டு ஓட்டு போடாதீங்கன்னு சொல்லி பாருங்களேன். சும்மா ட்ரை பண்ணி பாருங்கள். ட்ரை தானே இது. நீங்கள் இப்போ சொன்னீங்கன்னா அது கண்டிப்பாக நடக்குங்க. எனக்கு அந்த நம்பிக்கை இருக்குது. ഓക്കെ, അപ്പോൾ നമ്മുടെ വിജയ്, ആക്ടർ വിജയ് പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. വിജയ് ഫാൻസ്, ഇനിയിപ്പോൾ ഫാൻസ് ഇല്ല, വിജയുടെ എന്താ പറയുക പാർട്ടി അംഗങ്ങൾ അങ്ങനെ പറയേണ്ടി വരും ഇനിയിപ്പോൾ നമുക്ക്. അപ്പോൾ എന്താണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അവർ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു മലയാളം വേർഷനാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അത് തമിഴിലായിരുന്നു ആക്ടർ വിജയുടെ പേജിലുണ്ടായിരുന്നത്. അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്താണ് ഗൂഗിൾ ലെൻസ് വെച്ചിട്ട്. അപ്പോൾ ഇതിലവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്താ പറയുക ഒരു അനീതി, എല്ലാ ഓർഗനൈസേഷനും കറപ്റ്റഡാണ്, ഗവൺമെൻറ്റിന് ഒരു കറപ്റ്റഡ് ഫേസിലൂടെ പോവുകയാണ്. പിന്നെ ജാതി മതം എന്നൊക്കെ പറഞ്ഞ ആളുകളെ തമ്മിൽ രാഷ്ട്രീയക്കാർ തമ്മിൽ തല്ലിക്കുന്ന സിറ്റുവേഷൻ ഇവിടെ. അപ്പോൾ ആ ഒരു സമയത്ത് ആർക്കും ഒന്നും കിട്ടാതെ, മനുഷ്യർക്ക് ഒന്നും കിട്ടാത്തൊരവസ്ഥയിൽ വന്ന് നിൽക്കുമ്പോൾ അതിനൊരു മാറ്റം കൊണ്ടുവരാൻ, സോ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസിക് ഒരു സാധനം ഉണ്ടാവുമല്ലോ, മക്കൾക്ക് നന്മ വരുത്താൻ വേണ്ടിയിട്ട്, ആളുകൾക്ക് നന്മ വരുത്താൻ വേണ്ടിയിട്ട്, ആ ഒരു തന്നെ. പിന്നെ ഇതിൽ പറയുന്നുണ്ട് 2024-25 ചെന്നൈയിൽ ചേർന്ന സംസ്ഥാന ജനറൽ കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ പാർട്ടിയുടെ പ്രസിഡന്റിനെയും ചീഫ് സെക്രട്ടറി എക്സിക്യൂട്ടീവ്സിനെയും തിരഞ്ഞെടുക്കുകയും പാർട്ടിയുടെ ഭരണഘടനയും ബൈലോകളും എല്ലാ ജനറൽ കമ്മിറ്റി അംഗങ്ങൾക്കും യഥാവിധി എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയും ജനങ്ങൾ ആഗ്രഹിക്കുന്ന അടിസ്ഥാനപരമായ രാഷ്ട്രീയ മാറ്റത്തിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, ആൻഡ് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നില്ലെന്നും ഒരു പാർട്ടിക്കും ഞങ്ങളുടെ പിന്തുണയില്ലെന്നും ജനറൽ ബോഡിയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തീരുമാനിച്ചിട്ടുണ്ടെന്നും വിനയപൂർവ്വം അറിയിക്കുന്നു. ഇതൊരു ചേഞ്ച് ആവൂടെ എന്താണെങ്കിലും 2024 ഇലക്ഷനിൽ. ആൻഡ് ഞാൻ ഒരു കേസ് പറയും, ഇതൊരു തമിഴ്നാട്ടിൽ മാത്രം നിൽക്കുന്ന ഒരു സംഗതിയായി മാറാൻ ചാൻസ് ഇല്ല. കാരണം തമിഴ്നാട് പൊളിറ്റിക്സ് നിങ്ങൾ എപ്പോൾ എടുത്ത് നോക്കിയാലും അങ്ങനെയാണ്. കാരണം സെൻട്രലിലുള്ള ഇപ്പോൾ BJP ആണുള്ളത്. BJPക്ക് പിന്നെ ഓൾറെഡി നോട്ടുള്ള ഒരാളാണ് വിജയ് എന്ന് പറയുന്നത്. ജോസഫ് വിജയ് ആയതുകൊണ്ട് BJPക്ക് ആദ്യം മുതലേ ഒരു നോട്ടമുണ്ട്. ഇനി ഒന്നും വേണ്ട, ഇവിടെ ഇരിക്കുന്ന ജനൻ TVക്ക് വരെ കുരു പൊട്ടിത്തുടങ്ങി. ജനൻ TV എന്നിട്ടുള്ള പോസ്റ്റ് നിങ്ങൾ കണ്ടുകൊണ്ട്, രാഷ്ട്രീയത്തിൽ വന്നാൽ എന്തു മാറ്റം ഉണ്ടാക്കാനാണ്, ഇപ്പോഴുള്ള ഇമേജ് കൂടി പോകാൻ സാധ്യത, പ്രതികരണവുമായി വിജയ് ഫാൻസ് അങ്ങനെ പ്രതികരിച്ചു. ജനൻ TV പ്രതികരിച്ചു കാണും, വിജയ് ഫാൻസ് പ്രതികരിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഉണ്ടാവും, ഇപ്പോൾ കുറേ മീമുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇനി പുഷ്പയ്ക്ക് എതിരാളികളില്ല, ഒരാളും തൊടില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഒരാൾ വന്നു, മോദിജീനെയും നമ്മുടെ വിജയിനെയും വെച്ചിട്ട്. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ പോകുമ്പോൾ വിജയുടെ സിനിമ കരിയർ ഇനി എന്താവും, ഇനി സിനിമയിൽ അഭിനയിക്കുമോ ഇല്ലേ, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പം മൂപ്പർ ഓൾറെഡി പറഞ്ഞു കമ്മിറ്റ് ചെയ്ത സിനിമകൾ അഭിനയിക്കുന്നതാണ് പറഞ്ഞത്. അത് ഏത് സിനിമ എന്നൊന്നുമില്ല, കമ്മിറ്റ് ചെയ്ത സിനിമ ഏതൊക്കെയാണ് നമുക്കറിയില്ല. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു തളപതി 69, ഇഫ് ഐ എം നോട്ട് റോങ്, തളപതി 69 തന്നെയാണ്. തളപതി 69 എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെ അഭിനയിച്ച് തീർക്കും. പിന്നെ ലിയോയുടെ ഒരു സെക്കൻഡ് പാർട്ട് എനിക്കറിയില്ല അതിൻ്റെ ഒരു കാര്യം എങ്ങനെയാണെന്നുള്ളത്. കാരണം ലിയോയുടെ ഒരു സെക്കൻഡ് പാർട്ട് ഇനി ഓൾറെഡി അവർ കമ്മിറ്റഡ് ആണോ അല്ലേ എന്നുള്ളതൊന്നും ഒരു പിടുത്തമില്ല ലോകേഷും വിജയും. എന്താണെങ്കിലും വിക്രം ഫൈനൽ എൻഡിങ്ങിൽ ലിയോൻ്റെ ക്യാരക്ടർ കാണും, അതൊരു ക്യാമിയോ കാണും. സോ അതെന്താണെങ്കിലും ഉറപ്പാണ്. അപ്പോൾ 2026 കഴിഞ്ഞു, 2027 കൂടിയിട്ട് എനിക്ക് തോന്നുന്നത് നോ മോർ വിജയ് FDFS, നോ മോർ വിജയ് പോസ്റ്റേഴ്സ്, രാഷ്ട്രീയപരമായിട്ടുള്ള പോസ്റ്റേഴ്സ് കാണും. സിനിമയായിട്ടുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, വിജയുടെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഉറക്കം കിട്ടാത്തൊരു രാത്രി, അല്ലെങ്കിൽ വിജയൻ്റെ സിനിമയിലേക്കുള്ളൊരു ബിൽഡപ്പൊക്കെ. ഇപ്പോൾ ലിയോ ഒക്കെ ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ കണ്ടതാണ്. എൻ്റെ മോനെ മാസങ്ങളോളം സോഷ്യൽ മീഡിയയിൽ കത്ത് വരുന്നു ലിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഈ വിജയുടെ പൊളിറ്റിക്കൽ എൻട്രി എന്ന് പറയുമ്പോൾ എല്ലാവരും ഓബിയസ്ലി തല അജിത്ത് ഒരു സൈഡിൽ നോക്കും. തല അജിത്ത് എനിക്ക് തോന്നുന്നു ഏതൊരു ഇൻ്റർവ്യൂവിൽ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും നമ്മുടെ കർമ്മങ്ങൾ ചെയ്തോ ഇല്ലയോ നോക്കുന്നില്ല, നമുക്കുള്ള അവകാശങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ സംസാരിക്കുന്നു. പക്ഷേ നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം അത് പറയണം, അതായിരിക്കണം നമ്മുടെ രാഷ്ട്രീയം എന്നൊക്കെയാണ് ഒരു വട്ടം തല അജിത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ അറിയില്ല തല അജിത്ത് വരുമോ ഇല്ലേ എന്നുള്ളത്. പക്ഷേ അങ്ങേരുടെ ഒരു വേ ഓഫ് ടോക്കിങ്ങും പ്രസൻറ്റേഷനും വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങേര് ചാടിക്കയറി വരും എന്നുള്ളത്. കാരണം അങ്ങനെ ലൈഫ് ആ ഒരു സിനിമ
ബാക്കി റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ് റൈസിങ് ബൈക്ക് എന്നൊക്കെ പറഞ്ഞ് പോവാണ്. അതിനിടയിൽ കുറേ കണ്ടടി വിജയ്ക്ക് പിറകെ പാൻ ഇന്ത്യൻ സ്റ്റാർ ദുൽഖർ സൽമാനും രാഷ്ട്രീയത്തിലേക്ക്, കേരള യൂത്ത് ലീഗ് ഇനി ദുൽഖർ ഭരിക്കും. ഇതെന്തോന്നടയത്? എവിടെയോ പോണ ഒരു സംഗതി എടുത്തിട്ട് ഇപ്പുറത്ത് കൊടുന്നിട്ട് അടിച്ച പോലെ ആയിപ്പോയി എനിക്ക് തോന്നുന്നത്. വിജയ് ആ വഴിക്ക് പോയിക്കോട്ടെ. അതിന് എന്തിനാ ദുൽഖറിനെ പിടിക്കുന്നത്? ദുൽഖറിനെ ശരിക്കും പിടിച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ DQ ഫാൻസ് ചെയ്യുന്നതാണോ അതോ ഇനി DQവിനെ ഇഷ്ടപ്പെടാത്തവർ ചെയ്യുന്നതാണോ എനിക്കറിയില്ല. വിജയുടെ വിടവ് നികത്താൻ കേരളത്തിൽ നിന്നും ഒരു ചുണക്കുട്ടി തമിഴ്നാട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്. ഇതിപ്പോൾ വിജയ് രാഷ്ട്രീയത്തിൽ കയറി സിനിമാഭിനയം നിർത്തുമ്പോഴത്തേക്ക് ഇട്ട കസാലയിൽ ഓടിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് എന്തോന്നാടേ ഇത്? ഇതെനിക്ക് തോന്നുന്നത് എന്താ പറയുക, DQവിനെ ഏറെ കയറ്റാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ ചെയ്ത പരിപാടി തോന്നുന്നു. എന്താണെങ്കിലും സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ചർച്ച ചെയ്യുന്നതും ട്രെൻഡായി നിൽക്കുന്നതും ദളപതി വിജയുടെ പൊളിറ്റിക്കൽ എൻട്രിയാണ്. ആൻഡ് ഇവരുടെ പേജൊക്കെ ഒറ്റയടിക്ക് 100K കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. TVKൻ്റെ പേജ് തമിഴക വെട്രി കഴകം ഒറ്റയടിക്ക് 100K കഴിഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പവറിനുണ്ട്. സോഷ്യൽ മീഡിയയുടെ പവർ നിങ്ങൾ ചുമ്മാ വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാർ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തമിഴ്നാട് പൊളിറ്റിക്സിനെ മാത്രമല്ല മൊത്തത്തിലുള്ളൊരു ഇന്ത്യൻ പൊളിറ്റിക്സിനെ, ഈവൻ BJP സർക്കാരിനെ വരെ അത്യാവശ്യം രീതിയിലൊന്ന് ചിന്തിപ്പിക്കും. പിടിച്ചിങ്ങോട്ട് വലിച്ചെറിയുന്നല്ല, ചിന്തിപ്പിക്കും. അതാണ് ജോസഫ് വിജയ് എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ആ ഒരു പവർ എന്ന് പറയുന്നത് ആളുകളുടെ ഇടയിൽ. അതായത് സിനിമയിലൂടെ ഉണ്ടാക്കിയ ആ ഒരു സംഗതി തലൈവറായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതൊക്കെ ഇതൊക്കെ അടിപൊളിയായി നടന്നു കഴിഞ്ഞാൽ കിടലാണ്. കാരണം പിന്നെയും നമ്മൾ മലയാളികൾക്ക് ചിലപ്പോൾ ഇത് ഡൈജസ്റ്റ് ആവില്ല. കാരണം ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ നമ്മളിങ്ങനെ ഒരു സിസ്റ്റം കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ കാണുന്നത് മുകേഷ് കാണുന്നുണ്ട്, ഇന്നസെൻറ്റിനെ കണ്ടിരുന്നു, ഇപ്പോൾ സുരേഷ് ഗോപിനെ കാണുന്നുണ്ട്, ഭീമൻ രഘു. നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയൊക്കെ കഴിഞ്ഞത് പിന്നെ സിനിമാക്കാരിൽ ഗണേഷ് കുമാറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സുരേഷ് ഗോപിയൊക്കെയാണ് നമ്മൾ നോക്കുന്ന സമയത്ത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സിനിമാക്കം പൊളിറ്റീഷ്യൻ എന്നൊക്കെ നമ്മൾ കാണുന്നൊരു ഇമേജ്. നേരെ മറിച്ച് ഒരു ലാലേട്ടനോ മമ്മൂക്കയോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന സൂപ്പർ സ്റ്റാർസോ വന്നിട്ടുള്ളൊരു സാധനം നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തതുകൊണ്ട് തമിഴ്നാട്ടിലുള്ളവർക്ക് അങ്ങനെയല്ല. അവരുടെ പൊളിറ്റിക്സും അവരുടെ സിനിമയും ഒത്തു നിൽക്കുന്നത് കൊണ്ടും അവരുടെ ആളുകൾ മനസ്സിൽ ഈ തമിഴ്നാട്ടിലെ സിനിമകൾ നിങ്ങൾ നോക്ക്, അതിൽ പൊളിറ്റിക്സ് പറയുന്നുണ്ട്, കൃത്യമായ പൊളിറ്റിക്സ് വരും. അതങ്ങനെയാണ്, ആളുകൾ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഗെയിം. ഓക്കെ, അപ്പോൾ മലയാളികൾക്ക് ചിലപ്പോൾ ഇതെന്തോന്ന് അറിയുന്നുള്ള തോന്നൽ വന്നാലും ലെറ്റ് സി ഹൗ വിജയ്സ് ന്യൂ മൂവ് എന്താവും, എങ്ങനെയാവും എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവർക്ക് എന്ത് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും തമിഴ്നാട് പൊളിറ്റിക്സിൽ എന്നുള്ളതൊക്കെ നമുക്കെന്താണെങ്കിലും വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ.